ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികേ. എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. ഏതു മുതലാളി? എഴുന്നേക്കടോ. നിങ്ങളവിടെ എടോ, തന്നോട് എഴുന്നേക്കാനാ പറഞ്ഞ. അതെ, ഞാൻ വിളിച്ചിട്ട് അവരിവിടെ വന്നിരിക്കുന്നത്. മറ്റാർക്കും ഇവരെ ഇറക്കി വിടാൻ അധികാരമില്ല. സൂര്യ, നീ വെറുതെ വാശി കാണിക്കരുത്. എന്നെ ഭയപ്പെടുത്താൻ വേണ്ടി മാത്രം നീ ഇവരൊക്കെ വിളിച്ചു വരുത്തിയെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് എന്ത് കിട്ടാനാ അമ്മയെ പേടിപ്പിച്ചിട്ട്? അമ്മയെ പേടിപ്പിച്ചതുകൊണ്ട് കമ്പനി കാര്യങ്ങൾ നന്നായിട്ട് നടന്നു പോവോ? കമ്പനി കാര്യങ്ങൾ നന്നായിട്ട് നടന്നു പോകണമെങ്കിൽ അതിന് പണം വേണം. അതിനാണ് ഞാൻ ഇവരെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. എന്താ ഇവിടെ? അവൻ ഈ വീട് കച്ചവടം ചെയ്യാൻ ആളെ കൊണ്ടുവന്നിരിക്കുക. എന്താ അവന്റെ ഉദ്ദേശം എന്ന് ചോദിക്ക്. നിങ്ങൾ ചോദിക്കാൻ. സൂര്യ, അച്ഛാ, ഇത് വിക്ടർ തോമസ്, വലിയ മുതലാളിയാ. അദ്ദേഹത്തിന് നമ്മുടെ ഈ വീട് വാങ്ങിക്കാൻ താല്പര്യമുണ്ട്. അച്ഛാ, വില പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് തന്നെ പണം കൈമാറാന്നാ പറഞ്ഞിരിക്കുന്നത്. സൂര്യ, ഇവരോട് പോവാൻ പറ. നമുക്കതൊക്കെ ആലോചിച്ച് തീരുമാനിക്കാം. അത് പറ്റില്ല അച്ഛാ. എനിക്ക് പണത്തിന്റെ ആവശ്യമുണ്ട്. എനിക്കിത് ചെയ്തേ പറ്റൂ. തൽക്കാലം പണം ഒന്നിച്ചു തരാൻ ഈ മുതലാളിയെ കൊണ്ടല്ലാതെ വേറെ ആർക്കും പറ്റില്ല. എന്താ തന്റെ ബിസിനസ്? എന്താ തന്റെ പണത്തിന്റെ സോഴ്സ്? ബിസിനസ്. ഐ ആം എ ബിസിനസ്മാൻ. വലിയ മുതലാളിയാ. ആ ബിസിനസ് എന്താന്നാ ചോദിച്ചേ? മുതലാളിക്ക് പല ബിസിനസ്സും ഉണ്ട്. ഡൽഹി, ബോംബെ, അഹമ്മദാബാദ്, കൊൽക്കത്ത, ഒഡീഷ. അവിടെയൊക്കെ മുതലാളി ഇങ്ങനെ പരന്ന് കിടക്കയല്ലേ? അതെ. അല്ല സൂര്യ സാറേ, ഈ മേടിക്കാൻ വരുന്നവരുടെ ബിസിനസിനെ കുറിച്ച് തിരക്കേണ്ട വല്ല കാര്യമുണ്ടോ? നിങ്ങൾക്ക് നിങ്ങളുടെ കാശം കിട്ടിയ പോരെ? നിങ്ങൾ ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നൊക്കെ അറിയാനേ എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. ജസ്റ്റ് ഒരു ഫോൺ കോൾ മതി എനിക്ക്. പോലീസുകാർ ഇവിടെ എത്തും. ഞാൻ ആവശ്യപ്പെടുന്ന എന്ത് ഡീറ്റെയിൽസും അവരെനിക്ക് എടുത്തു തരും. ഇവരുടെ ഐഡന്റിറ്റി ചോദ്യം ചെയ്യാൻ ഞാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. അവരെന്താണെന്ന് എനിക്ക് അറിയേണ്ട കാര്യമില്ല. അവരുടെ ബിസിനസ് അവർ നടത്തിക്കോട്ടെ. യു ആർ കറക്റ്റ് ജെന്റിൽമാൻ. താങ്ക് യു. അത് ശരിയല്ലല്ലോ സൂര്യ. ഒരാളുടെ ഐഡന്റിറ്റി മറ്റൊരാൾ അറിയുന്നോണ്ട് എന്താ ഇപ്പൊ കുഴപ്പം? ആട്ടെ, എന്താ നിങ്ങളുടെ കമ്പനിയുടെ പേര്? പേര് കെവി ഗ്രൂപ്പ്സ്. PV ഗ്രൂപ്പ്സ്. സ്വന്തം കമ്പനിയുടെ പേര് നേരെ ചൊവ്വേ പറയാൻ അറിയില്ലടോ തനിക്ക്. മുതലാളിക്ക് ശരിക്കും 2 കമ്പനിയുണ്ട്. ഒന്ന് KV ഗ്രൂപ്പ്സ്. മുതലാളിയുടെ അച്ഛന്റെ പേരിലുള്ളത് കെ വർഗീസ് ആൻഡ് ഗ്രൂപ്പ്. വേറെ ഒന്ന് PV ഗ്രൂപ്പ്, പി വിക്ടോറിയ ഗ്രൂപ്പ്. മുതലാളിയുടെ അമ്മയുടെ പേരിലുള്ളത്. കേട്ടല്ലോ നിങ്ങള്? ഇതുപോലെ കള്ളത്തരം കാണിക്കുന്നവരെ വിളിച്ച് മേലിൽ ഇവിടെ കൊണ്ടുവരരുത്. ഇവരുമായിട്ട് എന്തെങ്കിലും ഇടപാട് നടത്തിയാലേ നാളെ നമ്മൾ ഏതൊക്കെ പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ ഒക്കെ കയറി ഇറങ്ങേണ്ടി വരുമെന്ന് പറയാൻ പറ്റില്ല. അതെ, എന്റെ തീരുമാനം ഈ വീട് വിൽക്കാനാണ്. അത് മേടിക്കാൻ വരുന്നവൻ കള്ളനാണോ കൊള്ളക്കാരനാണോ കൊലപാതകയാണോ എന്നൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല.
മിസ്റ്റർ വിക്ടർ തോമസ്, യെസ് പണം മുഴുവൻ ഇന്ന് തന്നെ കൈമാറാൻ നിങ്ങൾ തയ്യാറാണോ? യെസ് ഓഫ് കോഴ്സ് ജെന്റിൽമാൻ. ആ അതെ, എങ്കിൽ ഈ കച്ചവടം ഞാൻ അങ്ങ് ഉറപ്പിച്ചിരിക്കുന്നു. എടാ, ഇന്ന് പണം തരുന്നു, നാളെ രാവിലെ രജിസ്ട്രേഷൻ. എന്ന് പിന്നെ അങ്ങ് കൈ കൊടുത്ത് ഉറപ്പിക്കും സാറേ. ഇന്നല്ലാതെ അത്രേ ഉള്ളൂ. കമ്പനിയിലെ പ്രതിസന്ധികൾ പരിഹരിക്കാനല്ലേ ഈ കോപ്രായങ്ങൾ മുഴുവൻ നീ ഇവിടെ കാണിച്ചു കൂട്ടുന്നേ? കമ്പനി ചെക്കില് ഞാൻ ഒപ്പിട്ട ഇതിവിടെ അവസാനിക്കോ? മമ്മി, എന്റെ കുടുംബത്തിന്റെ അഭിമാനത്തിന് വേണ്ടി ഇവന്റെ മുമ്പിൽ ഞാൻ തോറ്റു കൊടുക്കാം. പറ, ഒപ്പിടാൻ ഞാൻ തയ്യാറായാൽ ഈ കച്ചവടം അവസാനിക്കൂ? അവസാനിപ്പിക്കാം. നന്ദിനി,